കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ സേതുവിന്റെ പല്ലവിയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ ഓരോ ലൈക്ക് സപ്പോർട്ടുമാണ് നമുക്ക് പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ നമ്മൾ കണ്ടു, പാറു ബസ് സ്റ്റോപ്പിൽ നിൽക്കുവാണ്. ആ സമയത്ത് ശോഭ ഗേറ്റിനകത്തുനിന്ന് പുറത്തേക്ക് നോക്കുന്നുണ്ട്. പാറ അവിടെ നിൽക്കുന്നുണ്ട്. ഇതെന്താ പോലെ ഇവിടെ നിൽക്കണേ? ബസ് വന്നിട്ട് പോവാത്ത നിൽക്കി ഓർത്ത് നിൽക്കുകയാണ്. അപ്പോഴേക്കുമാണ് അങ്ങോട്ട് വിശ്വജിത്തിന്റെ ബൈക്ക് വരുന്നുണ്ട്. ഒരു നിമിഷം ശോഭ ഞെട്ടിപ്പോയി. വിശ്വജിത്ത് ബൈക്ക് കൊണ്ടുവന്ന് പാറുവിന്റെ അടുത്ത് നിർത്തുവാണ്. പിന്നീട് അവർ തമ്മിൽ സംസാരിക്കുന്നു കേട്ടു. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല ശോഭയ്ക്ക്. ശോഭ ഒരു ദിവസം മുമ്പ് വാണിംഗ് കൊടുത്താണ്, അവനുമായിട്ട് സംസാരിക്കരുത്, അവനെ കാണരുതെന്നൊക്കെ പറഞ്ഞ്. പാറു എന്ന് പറഞ്ഞ് ഒന്നുമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞേ. പക്ഷെ വിശ്വജിത്ത് വന്നത് പാറുവിനോട് സംസാരിക്കാൻ വന്ന് പല്ലവിയുടെ സേതുവിന്റെ ഒക്കെ കാര്യം പറയായിരുന്നു. കാരണം പല്ലവിയുടെയും പാറുവിന്റെയും ഒക്കെ വീഡിയോസ്, ആ റിസോർട്ടിൽ വെച്ച് കണ്ട വീഡിയോസ്, അതൊക്കെ ഇന്ദ്രന്റെ ലാപ്ടോപ്പിനകത്തുണ്ടായിരുന്നു. അപ്പൊ അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് വിശ്വജിത്ത് പാറുവിനെ കാണണമെന്ന് പറഞ്ഞത്. പക്ഷേങ്കിൽ ഇത് ശോഭയ്ക്ക് അറിയത്തുണ്ടായിരുന്നില്ല. ശോഭയുടെ വിചാരം എന്തായിരുന്നു, അവര് തമ്മിൽ പ്രണയത്തിലാണ്. അപ്പൊ അതുകൊണ്ട് കാണാൻ വേണ്ടി വന്നതാണ്. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അതെ ഇവൻ തന്റെ മോളെ അടിച്ചോണ്ട് പോകും. ഒരുത്തൻ കാരണം പല്ലവിയുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുക. ഇനി അടുത്തവനും കൂടെ കാരണം തന്റെ മോളുടെ ജീവിതം ഒരു കാരണവശാലും തകർന്നു പോയത് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു ശോഭയ്ക്ക്. ശോഭ പെട്ടെന്ന് ഒരു കൊടുങ്കാറ്റ് പോലെ അങ്ങോട്ടേക്ക് വരുവാണ്. ഈ സമയം വിഷം ചോദിച്ചു, കുറച്ച് സമയമായി വന്ന് ഇറങ്ങി നിൽക്കാൻ തുടങ്ങിയിട്ടെന്ന് ചോദിച്ചാൽ ഇല്ല, ഇപ്പോഴിറങ്ങി നിന്നോളെന്ന് പറയാണ്. അല്ല, വിശ്വത്തിന് എന്നെ കാണണമെന്ന് പറഞ്ഞ എന്താ, എന്നോട് എന്തോ കാര്യമായിട്ട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അത് പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം പല്ലവി ചേച്ചിനെ കുറിച്ചാന്ന് പറയണേ. പല്ലവി ചേച്ചിനെ കുറിച്ചോ? പല്ലവി ചേച്ചിനെ കുറിച്ച് മാത്രമല്ല, പാറു അതിനകത്തുണ്ടെന്ന് പറയാണ്. പിന്നെ കാര്യം പറയാനായിട്ട് അങ്ങോട്ട് തുടങ്ങുന്ന സമയത്താണ് ഒരു കൊടുങ്കാറ്റ് പോലെ അങ്ങോട്ടേക്ക് ശോഭ വരുന്നുണ്ട്. പെട്ടെന്ന് വിശ്വമൃതേ അമ്മയെന്ന് പറയാണ്. തിരിഞ്ഞ് പാറു നോക്കിയതും ഒറ്റ അടിയായിരുന്നു പാറുവിന്റെ കർണം തീർത്ത് ശോഭ. നിന്നോട് ഞാൻ എത്ര വട്ടം പറഞ്ഞില്ലേ ഇവനെ കാണല്ലെന്ന്, എന്നിട്ടോ ഞാൻ പറഞ്ഞൊന്നും കേൾക്കാട്ട് നീ കൂട്ടാക്കില്ലല്ലേ എന്ന് ചോദിക്കണം. അമ്മേ ഞാൻ കൂടുതലൊന്നും പറയണ്ടേ, ഇപ്പോഴെനിക്ക് മനസ്സിലായത്. നീ ജോലിക്കാന്നും പറഞ്ഞു പോകുന്ന എങ്ങോട്ടാ, ഇവനെ കാണാനും സംസാരിക്കാനല്ലേ. പിന്നീട് വിശ്വജിത്തിനോട് ചോദിച്ചു, നിനക്ക് എന്തിന്റെ കേടാടെ ഇറക്കാം? ദേ നിന്റെ ചേട്ടൻ കാരണം എന്റെ പല്ലവിമോളുടെ ജീവിതം തകർന്ന് തരിപ്പണമായിട്ടിരിക്കുക. വീണ്ടും നീ ഇളയ മോളെ പിടിച്ചല്ലേ, നിനക്ക് എങ്ങനെ തോന്നി, എങ്ങനെ നിനക്ക് ഈ ധൈര്യം കിട്ടിയെന്ന് ചോദിക്കാം. ഇത് കേട്ടത് പറഞ്ഞു, ആന്റി ഞാന് വേണ്ട കൂടുതലൊന്നും പറയണ്ട, കള്ളത്തരം പറയാണ്ട് നീ നാവ് പൊന്തിക്കണ്ടെന്ന് പറയണം. പറഞ്ഞു, ഇല്ലമ്മേ കള്ളത്തരം പറയാനൊന്നും അല്ല, വിശ്വജിത്ത് തന്നെ കാണണമെന്ന് പറഞ്ഞു. ദേ ഞാൻ നിന്നോട് മുമ്പ് പറഞ്ഞല്ലേ, എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും അത് പല്ലവി ചേച്ചിനെ സംബന്ധിക്കുന്ന എന്തോ ഒരു കാര്യം പറയാൻ വേണ്ട, എന്ത് കാര്യമാണെങ്കിലും വേണ്ട, ഇവനും ഇവന്റെ വീട്ടുകാരുമായിട്ടുള്ള ഒരു കമ്പനിയും നമുക്ക് വേണ്ട, അറിയാലോ. വാടി ഇവിടെ, ഇന്ന് നിന്നെ കാണിച്ചാലാന്ന് പറഞ്ഞോണ്ട് പാറുവിനെ കയ്യെ പിടിച്ച് വലിച്ചോണ്ട് പോവാണ്. വിശ്വത്തിന് ആകെപ്പാട് ടെൻഷനായിപ്പോയി. പാറു പറഞ്ഞു, അമ്മ എന്നെ കയ്യേന്ന് വിടാൻ പറയണ, നീ ഒരിടത്തേക്കും പോണ്ട എന്നും പറഞ്ഞോണ്ട് ബലമായിട്ട് വീട്ടിലേക്ക് വിളിച്ചോണ്ട് മുറിക്കകത്തിട്ട് അങ്ങോട്ട് പൂട്ടുവാണ്. അവിടെ കിടക്ക്, നീ ഇറങ്ങിപ്പോന്ന് എനിക്കൊന്ന് കാണണം, മനുഷ്യനെ നാണം കെടുത്താൻ വേണ്ടിയിട്ട്. ദേ ഒന്നിന്ന് കരകയറി എന്ന് വരുന്നുള്ളൂ, അതിന്റെ ജീവിതം എങ്ങനെയാ തീരുമെന്ന് അറിയത്തില്ല. അപ്പോഴാണ് അവള് അടുത്ത ഇതും കൊണ്ട് വന്നിരിക്കുന്നത്. കാണിച്ചരേ, അച്ഛൻ ഇങ്ങോട്ട് വരട്ടെ എന്നൊക്കെ പറയണം. അമ്മയെ തുറന്നു വിടമ്മേ, ഞാനൊന്ന് പറയുന്നൊന്ന് കേൾക്കാൻ പറയണം. ദേ ഒരക്ഷരെ ശബ്ദിച്ചു പോയേക്കല്ല, ശബ്ദിച്ചിട്ടുണ്ടെങ്കിൽ ശോഭയുടെ തനി ഗുണം നീ അറിയും. ദേ ചോദിക്കാനും പറയാനും ഇല്ലെന്ന് ആരൊരു കരുതിയാണോ നീ ഇങ്ങനെയൊക്കെ തോന്നിയാസം നടക്കാൻ പോകുന്നേ? നിനക്ക് ചോദിക്കാനും പറയാനും ആളുണ്ട്, ആ ഒരു ചിന്ത നിന്റെ ഓർമ്മയെ വേണം. പറഞ്ഞത് കേട്ടല്ലോ, അല്ലെങ്കിൽ തന്നെ ആ ഇന്ദ്രൻ ഇവിടെ വന്ന് കാണിച്ചു കൂട്ടിയ കോപ്പറായങ്ങളൊന്നും നീ മറന്നു പോയിട്ടില്ലല്ലോ. അതിൽ നിന്ന് ഒരു കണക്കിന് കരകയറി വരിക. ഇപ്പോഴും ഇന്ദ്രൻ കാരണം പല്ലവിയുടെ ജീവിതം നേരെ ആയിട്ടില്ല. അവൻ കാരണം ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുക. ഇപ്പൊ പോലും എന്റെ പല്ലവിമോള് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അതിനിടയ്ക്കേക്കാണ് അവൾ അടുത്തവനെ കൂടെ വിളിച്ചോണ്ട് വരുന്നത്. ഇത് ഞാൻ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാന്ന് പറഞ്ഞിട്ട് ഒരു കൊടുങ്കാറ്റ് പോലെ അങ്ങോട്ട് ശോഭ ഇറങ്ങി പോവാണ്. ആ സമയം വിശ്വത്തിന് ഭയങ്കര വിഷമമായിപ്പോയി. തന്നെ വിശ്വസിക്കാൻ പോലും ആന്റി കൂട്ടാക്കില്ല, താൻ പറയുന്നത് എന്താന്ന് കേൾക്കാൻ പോലും കൂട്ടാക്കില്ല. പാവം, താൻ കാരണം പാറുവിന് അടിയും കിട്ടി, വേണ്ടായിരുന്നു എന്നൊക്കെ ഓർത്തുകൊണ്ട് വിശ്വം തിരികെ വീട്ടിലേക്ക് അങ്ങോട്ട് പോവാണ്. ഈ സമയം പൂർണിമ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. പൂർണിമയുടെ മനസ്സിലേക്ക് ഋതുവും അച്ചുവും പല്ലവി എല്ലാരും കൂടെ ഒരുമിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഓർമ്മ വരുവാണ്. ഇനിയിപ്പോ പ്രശ്നങ്ങളൊന്നുമില്ല, അവർ തമ്മിൽ ഫ്രണ്ട്സായി. ഇനിയിപ്പോ ഋതു മാപ്പ് പറയുകയും ചെയ്തു പല്ലവിയോട് സേതുവിനോടൊക്കെ. ഇനി പഴയ പോലെ തന്നെ കുടുംബം നല്ല സന്തോഷത്തോടെ പോകും, ആ ഒരു ചിന്തയായിരുന്നു പൂർണിമയുടെ മനസ്സിൽ. പക്ഷേങ്കിൽ ഋതു എല്ലാരെയും വഞ്ചിക്കുമായിരുന്നു.
ഋതുവിന്റെ മനസ്സിൽ അതായിരുന്നില്ല. ഋതു പൂർണ്ണിമയുടെ കണക്കിൽ അങ്ങനെ കാണിച്ച പൂർണ്ണിമയ്ക്ക് അറ്റാക്കൊക്കെ വന്നാണല്ലോ. അപ്പൊ ഇനി ഒരു കാരണവശാലും അതങ്ങോട്ട് തിരിച്ചത് അറ്റാക്ക് വരില്ല. അതിനു വേണ്ടിയിട്ട് കാരണം അമ്മയുടെ മുന്നിൽ നാടകം കളിക്കാൻ തന്നെയാണ് ഋതു തീരുമാനിച്ചത്. പല്ലവി സേതും ഭയങ്കര സന്തോഷത്തിലായിരുന്നു. പല്ലവിയോട് സേതു പറഞ്ഞു, എന്താണ് ഋതുവിന്റെ സ്വഭാവമൊക്കെ മാറിയല്ലോ, പൂർണ്ണിമയ്ക്ക് സന്തോഷമായിട്ടുണ്ട്, ഇനി കുഴപ്പമൊന്നുമില്ല എന്ന് പറയാ. പല്ലവി പറഞ്ഞു, എന്തായാലും അമ്മയ്ക്ക് അസുഖമുണ്ടായതുകൊണ്ടാണെങ്കിലും ഋതുവിന്റെ സ്വഭാവം മാറിക്കിട്ടല്ലോ, അത് മാത്രം മതി എന്ന് പറയാണ്. അങ്ങനെ അവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ചു അങ്ങോട്ട് വന്നു. അച്ചു വന്നിട്ട് ചോദിച്ചു, പല്ലവി ചേച്ചിക്ക് സന്തോഷം സമാധാനം ആയില്ലെന്ന് ചോദിക്കും. അത് പിന്നെ സന്തോഷമാവാതിരിക്കുവോ? എന്നെക്കാളും ഏറ്റവും കൂടുതൽ സന്തോഷമായി സേതു വേണ്ടാന്ന് പറയണം. സേതു പറഞ്ഞു, അത് ശരിയാന്ന് പറയണം. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ഋതു വരുന്നത്. ഋതു വന്നിട്ട് ചോദിച്ചു, ഓഹോ സന്തോഷം പങ്കിടുമായിരിക്കും അല്ലേന്ന് ചോദിക്കാം. ഇത് കേട്ടതും അച്ചു പറഞ്ഞു, അതെന്താ ഋതു നീ അങ്ങനെ പറഞ്ഞേ? സന്തോഷിച്ചോ, പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാനേ അമ്മയുടെ മുന്നിൽ വെച്ച് അങ്ങനെയൊക്കെ പറഞ്ഞ് എന്തിനാന്നറിയാവോ? അമ്മയ്ക്ക് ഒരു കാരണവശാലും ഇനി അറ്റാക്കോ അല്ലെങ്കിൽ അമ്മയുടെ മനസ്സ് വിഷമിക്കോ അമ്മയ്ക്കൊരു സ്ട്രെസ് ഉണ്ടാവുകയും ചെയ്യരുത്, അതുകൊണ്ട് മാത്രം അങ്ങനെ പറഞ്ഞത്. നിങ്ങളോടുള്ള ദേഷ്യം ഇപ്പോഴും എന്റെ മനസ്സിൽ തന്നെ കിടക്കുക, അതൊരിക്കലും പോകാൻ പോകുന്നില്ല. കാരണം മരിച്ചാലും ഞാനത് മറക്കാനും പോകുന്നില്ല. ഇപ്പോഴും ഞാൻ അഭിനയിക്കുന്നത് എന്തിനറിയോ? അമ്മയ്ക്ക് വേണ്ടി മാത്രം. എന്റെ അമ്മയുടെ ജീവൻ നിലനിർത്തണം. അമ്മയുടെ മുമ്പിന് നമ്മള് നല്ല ഫ്രണ്ട്സ് ആയിരിക്കും. അനിയത്തിനും ചേട്ടത്തിനും പോലെയൊക്കെ നമ്മൾ പെരുമാറും. അതെ, ആങ്ങളെയും പെങ്ങളെയും പോലെയൊക്കെ പെരുമാറും. പക്ഷേങ്കിൽ അല്ലാത്ത സമയത്തുണ്ടല്ലോ എനിക്ക് നിങ്ങളോടുള്ള ദേഷ്യം ഇതുവരെയായിട്ട് മാറിയിട്ടുമില്ലെന്ന് പറയണം. ഇത് കേട്ടോ അച്ചു പറഞ്ഞു, നീ എന്തൊക്കെയാ പറയണമെന്ന് ചോദിക്കുകയാണ്. പറഞ്ഞു മനസ്സിലായില്ലേ, ഞാൻ പണ്ടത്തെ ഋതു തന്നെയാ, ഒരു മാറ്റവും വന്നിട്ടിരുന്നു. സ്വാതിക്ക് സന്തോഷമായി. സ്വാതി ഒരു നിമിഷം ആകെപ്പാടെ വിഷമിച്ചു പോയായിരുന്നു. ദൈവമേ, ഇനി എങ്ങനെ ഋതു ചേച്ചിക്ക് മാറ്റം വന്ന് അവരോടൊപ്പം കൂടിയ തന്റെ കാര്യം കട്ടപ്പുകയല്ലോ എന്ന് ഓർത്തിട്ട്. പക്ഷെ ഇപ്പോഴെ സ്വാതിക്ക് ശ്വാസം വീണ്. ഋതു ചേച്ചി മാറിയിട്ടൊന്നുമില്ല, സമാധാനമായി, ഇനി പഴയതുപോലെ തന്നെ ആയിരിക്കും. താൻ ഒറ്റപ്പെട്ടു പോയെന്ന് ചിന്തിച്ചാണ്. പെട്ടെന്ന് പല്ലവി പറഞ്ഞു, ഋതു നീ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ? എനിക്ക് എന്താണ് ഋതു, നിന്നെ ഞാൻ പഴയ പോലെ കാണാൻ പറ്റില്ല. എനിക്ക് നിന്നോട് ഇപ്പോഴും സ്നേഹം തന്നെയാ, ദേഷ്യമൊന്നുമില്ല. പിന്നെ അച്ഛമ്മ നിന്റെ പേരിൽ ഞാൻ മാപ്പ് പറഞ്ഞല്ലോ നിന്നോട്, അതിന്റെ പേരിലാണെങ്കിൽ നീ എന്നോട് ദേഷ്യം കാണിക്കേണ്ട കാര്യമില്ലെന്ന് പറയണ. ഇനിയിപ്പൊ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകണമെങ്കിൽ പോവാം. നിന്റെ മനസ്സിലെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. ഒരു നിമിഷം പോലും ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നില്ലെന്ന് പറയാം. നീ നിന്നാലും കുഴപ്പമില്ല, നിന്നില്ലേലും കുഴപ്പമില്ല. പക്ഷെ ഇപ്പൊ നീ പോയിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് സംശയമാവും, അമ്മ എന്നെ കുറ്റപ്പെടുത്തും, അമ്മയുടെ മനസ്സ് സ്ട്രെസ്സാവും. അതൊരു കാരണവശാലും പാടില്ല. നീ ഈ കുടുംബത്തിൽ വേണം. നീ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്കും ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് അതൊരു കാരണവശാലും പാടില്ല. നീ ഈ കുടുംബത്തിൽ വേണമെന്ന് പറയണം. ഇത് കേട്ടും സേതു പറഞ്ഞു, ഋതു നീ എന്താ ഇങ്ങനെ? അമ്മയുടെ സന്തോഷം കണ്ടില്ലേ നീ? അമ്മ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിയാവോ എല്ലാരും കൂടെ ഒരുമിച്ച് സന്തോഷം പോകാനായിട്ട്? അതെ, നിങ്ങൾ വലിയേട്ടൻ കൂടുതൽ സമയമൊന്നും വേണ്ട. നിങ്ങൾ അച്ഛൻ്റെ അടുത്ത് യാവഞ്ഞാൽ മതി. അച്ഛൻ്റെ കല്യാണം വരെ നല്ല മംഗളകരമായിട്ട് കാര്യങ്ങളൊക്കെ പോട്ടെ. എല്ലാവരുടെയും മുന്നിൽ നമ്മൾ സ്നേഹത്തോടെ കഴിയും. പക്ഷേങ്കിൽ നമ്മൾ ആ ജന്മ ശത്രുക്കളായിരിക്കും എന്ന് പറയാം. എന്റെ മനസ്സിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഇടം കിട്ടാനായിട്ട് പോകുന്നില്ല. അത് ഈ ജന്മത്തുണ്ടാവും, നിങ്ങൾ പ്രതീക്ഷിക്കാൻ വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഋതു അങ്ങോട്ട് പോവാണ്. ഋതു പോയി കഴിഞ്ഞപ്പോഴത്തേനും പല്ലവിയുടെ രണ്ട് കണ്ണും നിറഞ്ഞു വന്നു. സേതു പല്ലവിയുടെ അടുത്തേക്ക് വന്നിട്ട്, അതെ എന്തിനാ വിഷമിക്കണേ? വിഷമിക്കേണ്ട കാര്യമില്ല. ഋതുവിന്റെ സ്വഭാവം അറിയാവുന്നതല്ലേ. പിന്നെ കുറച്ച് സമയത്തേക്ക് അവള് നമുക്കൊരു സന്തോഷം തന്നു. പിന്നെ ഇനി അവള് പറഞ്ഞ പോലെ അമ്മയ്ക്ക് വേണ്ടി നമുക്ക് അഭിനയിക്കാം അങ്ങോട്ട്. അവൾക്ക് അങ്ങനെ ഇഷ്ടമെങ്കിൽ നമുക്കിനി അങ്ങനെ അഭിനയിച്ചല്ലേ മതിയാവളെന്ന് പറയാം. അച്ചു പറഞ്ഞു, എന്നാലും കുറച്ച് സമയത്തിന് കുറച്ച് സന്തോഷിച്ചല്ലേന്ന് ചോദിക്കണം. സാരമില്ല അച്ചു, പോട്ടെ. നിനക്കറിയാലോ കാര്യങ്ങളൊക്കെ. എനിക്കറിയാം, പാവം അമ്മയ്ക്കൊന്നും അറിയത്തില്ലോ. അമ്മയുടെ മുന്നിൽ അഭിനയിക്കുവാണല്ലോ എന്ന് ഓർക്കുമ്പോ സാരില്ല. ഒരു കാരണവശാലും അമ്മ ഈ കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ല. അമ്മയുടെ മനസ്സിന് വേദന കൊടുക്കരുത്. പല്ലവി പറഞ്ഞു, ഋതുവിന് അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പൂർണ്ണാമ്മയ്ക്ക് ഒരു ആപത്ത് സംഭവിക്കരുത്, അത് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. അല്ലാതെ ആരുടെ മുന്നിലും എന്ത് വേണം അഭിനയിക്കാനോ എന്ത് വേണം ചെയ്യാനോ എനിക്കുവെന്ന് പറയണ. ആ സമയം ഋതു മുറിയിലേക്ക് വന്നപ്പോ സ്വാതി ഋതുവിനെ കെട്ടിപ്പിടിക്കുകയാണ്. ഹോ എന്റെ ഋതു ചേച്ചി, ഞാൻ ഒരു നിമിഷം ഞാൻ ഞെട്ടിപ്പോയിട്ടോ, എന്നെ ഒറ്റപ്പെടുത്തിയെന്ന് ഓർത്തിട്ട്. അങ്ങനെ അങ്ങോട്ട് ഞാൻ മാറും നിനക്ക് തോന്നുന്നുണ്ടോ സ്വാതി? ആ പല്ലവിയും സേതു ഇച്ചിരി സന്തോഷിച്ചേട്ടെന്ന് കരുതി. അത് മാത്രമല്ല, അമ്മയ്ക്ക് ഈ സമയത്ത് സ്ട്രെസ് ഒന്നും അധികം കൊടുക്കാൻ പാടില്ല, അതുകൊണ്ടാന്ന് പറയണം. എന്നാലും അവള് കാരണം ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. എന്നിട്ട് അവളോട് ക്ഷമിച്ചെന്നും പുറത്തുനിന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് പോലും സഹിക്കാൻ പറ്റിയില്ലെന്ന് പറയണം. അതൊക്കെ പോട്ടെ, ഇനി നമ്മൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ടെന്ന് പറയണം. പിന്നീട് ഋതു അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ്. ആ സമയം ശോഭ രണ്ടും കൽപ്പിച്ച് നേരെ ചെല്ലുന്ന ഇന്ദ്രപ്രസ്ഥത്തിലേക്കാണ്. ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് ചെന്നിട്ട് മുറ്റത്ത് നിന്നിട്ട് രാജലക്ഷ്മി എന്ന് ഉറക്കെ അലറി വിളിക്കുവാണ് അങ്ങോട്ട്. ആ വിളി കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അകത്തുണ്ടായിരുന്ന വിശ്വം രാജലക്ഷ്മിയും പുറത്തേക്ക് ഇറങ്ങി വരാം. രാജലക്ഷ്മിക്ക്
ഇവരെ കണ്ടപ്പോ കാര്യം എന്താന്ന് പോലും മനസ്സിലായില്ല. എന്തിനാ പോലും ഇവിടെ കിടന്ന് അലറി വിളിക്കുന്നത്? ഇനിയിപ്പോ ഇന്ദ്രൻ അടുത്ത പ്രശ്നം വല്ലതും ഉണ്ടാക്കിയോ? എന്റെ ഭഗവാനെ എന്തിനാ എന്തോ എന്നൊക്കെ ഓർത്തുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങി വരികയാണ്. അവൻ വിശ്വത്തിന് ഏകദേശം കാര്യം മനസ്സിലായി. ഒരു പക്ഷേങ്കിൽ താനും പാറും കണ്ട കാര്യത്തെക്കുറിച്ച് പറയാനായിട്ടായിരിക്കും വരുന്നത്. രാജലക്ഷ്മി വന്നിട്ട് ചോദിച്ചു, എന്താ നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കണം. അതെ, ഈ ശോഭനെ നിനക്ക് ശരിക്കും അറിയില്ല എന്ന് പറയണം. ഇപ്പൊ നീ കാര്യം പറ. ഇത് എന്റെ വീടാണ്, എന്റെ വീട്ടുമുറ്റാണ്. അവിടെ വന്നിട്ട് അലറി പിടിക്കാനുള്ള കാര്യം എന്താന്ന് പറ ശോഭ എന്ന് പറയണം. അതെ, നിങ്ങളുടെ മൂത്ത മകൻ കാരണം എന്റെ പല്ലവി മോളുടെ ജീവിതം നഷ്ടപ്പെട്ടു. ഇനി നിങ്ങളുടെ ഇളയ മോൻ കാരണം എന്റെ പാറുവിന്റെ ജീവിതം കൂടെ തകർന്ന് തരിപ്പടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പറയണം. ഇത് കേട്ട രാജലക്ഷ്മി പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നീ മനസ്സിലാവുന്ന ഭാഷ പറയണം. പെട്ടെന്ന് വിശ്വജിത്തിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, കാര്യം മനസ്സിലാകേണ്ടവന് മനസ്സിലായിട്ടുണ്ട്. പറഞ്ഞു കേട്ടല്ലോ, മര്യാദയ്ക്ക് നിങ്ങളുടെ ഇളയ മോനെ പറഞ്ഞു നിർത്തിക്കണം. എന്റെ മോളുടെ പിന്നാലെ എങ്ങാനും നടക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ദേ ഒന്നിനെ ഞാൻ വെറുതെ പെടുത്തില്ല. പണ്ടത്തെ ശോഭയല്ല, അറിയാലോ. ഇനി എന്റെ ഒരു മോളുടെ ജീവിതം കൂടെ തകർന്ന് തരിപ്പണം ആവാനായിട്ട് ഞാൻ അനുവദിക്കില്ല എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് രാജലക്ഷ്മി, ഇതേ എനിക്കൊന്നും അറിയത്തില്ല, വെറുതെ നിങ്ങൾ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ. എന്റെ മോൻ ആളുടെ പുറകെ നടന്നിട്ടൊന്നുമില്ല. ചോദിച്ചു നോക്ക് മോനോട് എന്റെ മോളുടെ പിന്നാലെ ചെന്നോ ഇല്ലയോന്ന്. ഇനി ഒരു കാരണവശാലും എന്റെ മോളെ ശല്യപ്പെടുത്താനോ അല്ലെങ്കിൽ അയാൾ ഫോൺ ചെയ്യാനോ വന്നിട്ടുണ്ടെങ്കിൽ ശോഭ ഇങ്ങോട്ടൊരു വരവ് വരുന്നിട്ട് തിരിച്ചു പോകുന്ന വെറും കൈയോടെ ആയിരിക്കില്ല, നിന്റെയൊക്കെ തല കൊയ്തോണ്ടായിരിക്കും എന്ന് പറയാണ്. ഇത് കേട്ട രാജലക്ഷ്മി, ഒന്ന് പോ ശോഭ എവിടുന്ന്, വെറുതെ രാവിലെ വീട്ടിൽ വന്ന് കിടന്ന് വെല്ലുവിളിക്കുന്നു ചോദിക്കുകയാണ്. വെല്ലുവിളിച്ചല്ല, ഉള്ള കാര്യം പറഞ്ഞെന്ന് പറയണം. പെട്ടെന്ന് രാജലക്ഷ്മി വിശ്വജിത്തിനോട് ചോദിച്ചു, എടാ ഈ കേൾക്കുന്നൊക്കെ സത്യമാണോ? നീ ആ പെണ്ണിന്റെ പുറകെ എങ്ങനെ പോയെന്ന് ചോദിക്കുക. അല്ല അത് പിന്നെ അമ്മ ഞാൻ സത്യം പറയണമെന്ന് പറയണം. ഒന്നും മിണ്ടിയില്ല. കാരണം തീർത്ത് ഒറ്റ ഇട്ട് കൊടുത്തു. എടാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ കുടുംബത്തിന് ഒരു അന്തസ്സും അഭിമാനവും ഉണ്ട്. ഇവളുടെ ചേച്ചി കാരണം ഇവിടെ നമ്മളാണിപ്പം ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അതും പോരാൻ ചെയ്ത് നീ അനിയത്തിയുടെ പുറകെ നടക്കുവാണെന്ന് ചോദിക്കണം. ശോഭ പറഞ്ഞു, നിങ്ങളുടെ അഭിനയൊക്കെ ഇവിടെ കാഴ്ചവെച്ചാൽ മതി, എന്റെ അടുത്ത് വേണ്ട. പറഞ്ഞ കേട്ടല്ലോ, മേലാൽ ഇത് ആവർത്തിച്ചേക്കല്ല, മകനെ മര്യാദയ്ക്ക് പറഞ്ഞ് മനസ്സിലാക്കിക്കോണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് തിരിഞ്ഞു നടക്കുമ്പോഴത്തേനും ഇന്ദ്രജിത്ത് അവിടെ നിന്ന് അമ്മയെന്നൊരു വിളി അങ്ങോട്ട് വിളിക്കുകയാണ്. ശോഭ ഒരു നിമിഷം തിരിഞ്ഞു വന്നു. ഇന്ദ്രജിത്ത് കൈയൊക്കെ അടിച്ചോണ്ട് അങ്ങോട്ടേക്ക് വരുവാണ്. അപ്പൊ ശോഭയോർത്ത് ഇനി ഇവൻ എന്തിനുള്ള പുറപ്പാടാന്ന് ഓർത്തോണ്ട് ശോഭ തിരിഞ്ഞു നിൽക്കുകയാണ്. ശോഭയ്ക്ക് മനസ്സിലായില്ല ഇനി ഇവൻ എന്തിനുള്ള പുറപ്പാടാന്നുള്ള കാര്യം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾ കാണുമ്പോൾ എല്ലാവർക്കും കാത്തിരിക്കട്ടോ. നമ്മളെല്ലാവരും ഭയങ്കര സന്തോഷിച്ചുകൊണ്ടിരുന്ന ഋതു മാറിയില്ല എന്ന് ഓർത്തുകൊണ്ട് ഇനി ഇപ്പൊ ഋതു മാറണമെങ്കിൽ പ്രതാപൻ ഋതുവിന്റെ തലയ്ക്ക് നട്ടപ്പുറം നല്ലൊരു അടി കൊടുക്കണം. അങ്ങനെ എന്തേലും വെളിപാടുണ്ടായാൽ മാത്രമേ ഋതുവിൽ ഒരു മാറ്റം സംഭവിക്കുള്ളൂ. അല്ലെങ്കിൽ അതുപോലെ ഋതു തകർന്ന് തരിപ്പണമായി പോകുന്ന എന്തേലും സംഭവവികാസങ്ങൾ ഉണ്ടാകണം. പക്ഷെങ്കിൽ പൂർണിമയ്ക്കറിയാം ആ കുടുംബത്തിലെ താങ്കും തണലും ഇപ്പം സേതുവും പല്ലവിയാന്നുള്ള കാര്യം. ആ കുടുംബത്തെ പിടിച്ചു നിർത്താനായിട്ട് ഏത് ആപത്തിൽ നിന്നും പിടിച്ചു നിർത്താനായിട്ട് സേതുവിനും പല്ലവിക്കും കഴിവുള്ളെന്നുള്ള കാര്യം. അതുകൊണ്ടാണ് പൂർണിമ താൻ മരിച്ചാലും ഈ കുടുംബത്തിന്റെ കാര്യങ്ങളെല്ലാം അവരോട് നോക്കാനൊക്കെ പറയണേ. പക്ഷെ അത് ഋതു മനസ്സിലാക്കുന്ന ഒരു കാലം വരുമെന്ന് നമുക്ക് വിശ്വസിക്കാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും കൂടെ ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.